ബാർക്കോഴ കേസിൽ മന്ത്രി കെ ബാബുവിനെതിരെ തെളിവില്ലെന്ന് വിജിലൻസ്. ദ്രുതപരിശോധനാ റിപ്പോർട്ട് അന്വേഷണ സംഘം വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറി. ബാർ ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശാണ് മന്ത്രി കെ ബാബു 50 ലക്ഷം രൂപ കോഴ വാങ്ങിയതായി കോടതിയിൽ മൊഴി നൽകിയത്. ഇതേക്കുറിച്ച് അന്വേഷിച്ച വിജിലൻസ് എറണാകുളം യൂണിറ്റ് അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറി. അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി രമേശ്, അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള SP KM ആന്റണിക്കാണ് റിപ്പോർട്ട് കൈമാറിയത്. മന്ത്രി കെ ബാബുവിനെതിരെ തെളിവില്ലെന്നാണ് അന്വേഷണ റിപ്പോർട്ട്. ബിജു രമേശ് മന്ത്രിയുടെ ചേംബറിൽ വെച്ചാണ് 50 ലക്ഷം രൂപ കെ ബാബുവിന് കൈമാറിയത്. പണം നൽകുമ്പോൾ ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹിയായ റഫീസ് ഒപ്പമുണ്ടായിരുന്നു. പണം കൈമാറുന്നത് കണ്ടതായി റഫീസും വിജിലൻസിന് മൊഴി നൽകിയിട്ടുണ്ട്. KM മാണിക്കെതിരെ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ പണം നൽകുന്നതിന് ദൃക്സാക്ഷിയുണ്ടായിട്ടും കെ ബാബുവിനെതിരെ തെളിവില്ലെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി നേരത്തെ ആരോപണവും ഉണ്ടായിരുന്നു. അന്വേഷണം ഡിവൈഎസ്പി രമേശിന് കൈമാറിയത് കേസ് അട്ടിമറിക്കാനായിരുന്നു എന്നായിരുന്നു ആരോപണം. മൊഴി രേഖപ്പെടുത്തുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് റഫീസും ബിജു രമേശിന്റെ മാനേജറും വെളിപ്പെടുത്തിയിരുന്നു. അന്വേഷണം അട്ടിമറിക്കുന്നുവെന്ന ആരോപണത്തെ സാധൂകരിക്കുന്നതാണ് വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട്. NV ബാലകൃഷ്ണൻ, തിരുവനന്തപുരം. ബാർക്കോഴയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെ അട്ടിമറിക്കാൻ നേതൃത്വം നൽകിയത് വിൻസൻ M. പോൾ ആണെന്ന് ബിജു രമേശ് ആരോപിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യം തന്നോട് വെളിപ്പെടുത്തിയതെന്നും ബിജു രമേശ് പീപ്പിൾ TVയോട് പറഞ്ഞു. അതേസമയം ബാർക്കോഴ കേസിലെ വിജിലൻസ് റിപ്പോർട്ട് സംബന്ധിച്ച മാധ്യമങ്ങളിലൂടെയാണ് താൻ വിവരങ്ങൾ അറിഞ്ഞതെന്ന് മന്ത്രി കെ ബാബു പറഞ്ഞു. ബാർക്കോഴ കേസിൽ സ്വതന്ത്ര അന്വേഷണം സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ട് VS സുനിൽകുമാർ MLA സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. ബാർക്കോഴ കേസിൽ മന്ത്രി കെ ബാബുവിനെതിരെ തെളിവില്ലെന്ന ദ്രുതപരിശോധനാ റിപ്പോർട്ട് അന്വേഷണ സംഘം വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറിയ സാഹചര്യത്തിലാണ് വിൽസൺ M. പോളിനെതിരെ ബിജു രമേശ് രംഗത്തെത്തിയത്. ബാർക്കോഴയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെ അട്ടിമറിക്കാൻ നേതൃത്വം നൽകിയത് വിൽസൺ M. പോളാണെന്ന് ബിജു രമേശ് പറയുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യം തന്നോട് വെളിപ്പെടുത്തിയതെന്നും ബിജു രമേശ് പീപ്പിൾ TVയോട് പറഞ്ഞു. വളരെ സ്ട്രൈറ്റ് ആയിട്ടും ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങാതെ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ശ്രീ ജേക്കബ് തോമസ്. പക്ഷേ വിൽസൺ M. പോൾ സാറ് സ്ട്രൈറ്റ് ആണ്. കറപ്ഷൻ ഇല്ലെങ്കിൽ പോലും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് പണ്ടും എപ്പോഴും അതിന് കുറച്ചൊരു പരിധി വരെ വഴങ്ങുന്ന, മുകളിലിരിക്കുന്നവർ പറയുന്ന, ഗവൺമെൻറ് പറയുന്ന കേൾക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് വിൽസൺ M. പോൾ. ഇവർ തമ്മിലുള്ള ഒരു ചെറിയൊരു വ്യത്യാസം ഈ ഒരു കാര്യത്തിൽ പണ്ട് മുതലേ ഉണ്ട്. ആ ഒരു വ്യത്യാസമാണ് ഗവൺമെൻറ് മുതലെടുക്കാൻ ശ്രമിച്ചതും വിൽസൺ M. പോൾ സാറിനെ ഈ കാര്യത്തിലേക്ക് ഉപയോഗിച്ച് ഒരു ടൂളായിട്ട് ഉപയോഗിക്കുകയും ഇൻ്റർഫിയർ ചെയ്ത് ഈ കേസ് അട്ടിമറിക്കപ്പെടുകയും ചെയ്തത്. ഇത് രാഷ്ട്രീയപരമായി കെ ബാബുവിൻ്റെ അട്ടിമറിച്ച് ഒരു കണക്കിന് നല്ലതാണ്. കാരണം ഈ കേസ് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ബാർക്കോഴയിലെ ചെറിയൊരു അംശം മാത്രമേ പുറത്തു കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതേ സമയത്ത് ഒരു സെൻട്രൽ ഏജൻസി അന്വേഷിക്കുകയാണെങ്കിൽ ബാർക്കോഴ മാത്രമല്ല, ഈ എക്സൈസ് മന്ത്രി നടത്തിയിട്ടുള്ള മറ്റ് കോടിക്കണക്കിന് രൂപയുടെ മദ്യ കമ്പനികളുമായിട്ട് നടത്തിയിട്ടുള്ള അവിഹിതമായ ഇടപാടുകളെ കുറിച്ച് പോലും നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്ന് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ബിജു രമേശ് പീപ്പിൾ TVയോട് പറഞ്ഞു. ബാർക്കോഴ കേസിലെ വിജിലൻസ് റിപ്പോർട്ട് സംബന്ധിച്ച് മാധ്യമങ്ങളിലൂടെയാണ് താൻ വിവരങ്ങൾ അറിഞ്ഞതെന്ന് മന്ത്രി കെ ബാബു പ്രതികരിച്ചു. അതിനാൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും വരും ദിവസങ്ങളിൽ പ്രതികരിക്കാമെന്നും കെ ബാബു വ്യക്തമാക്കി. നാളെ ഞാൻ പത്രസമ്മേളനം നടത്തി പറയുന്നുള്ളൂ. എനിക്കിപ്പോൾ പത്രവാർത്തകൾ, മീഡിയ വാർത്തകളിലൂടെ മനസ്സിലായിട്ടുള്ള കാര്യമുള്ളൂ. എന്നാൽ എന്താണ് യഥാർത്ഥ സ്ഥിതി എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം പ്രതികരിക്കും നാളെ. സത്യം ഓരോന്നായി പുറത്തു വരട്ടെ എന്നായിരുന്നു KM മാണിയുടെ പ്രതികരണം. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, അതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് ഇതിന്റെയൊക്കെ കാര്യങ്ങൾ. അതേസമയം ബാർക്കോഴ കേസിൽ സ്വതന്ത്ര അന്വേഷണം സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ട് VS സുനിൽകുമാർ MLA സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. ന്യൂസ് ഡെസ്ക്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി നിർമ്മാണത്തിനുള്ള കരാർ അദാനി ഗ്രൂപ്പിന് നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് മറികടന്നാണ് വിഴിഞ്ഞം പദ്ധതി കരാർ അദാനിക്ക് കൈമാറുന്നതിലെ ശുപാർശ ഇന്നത്തെ മന്ത്രിസഭായോഗം അംഗീകരിച്ചത്. കരാർ വ്യവസ്ഥകളിൽ മാറ്റമുണ്ടാകില്ല. വിഴിഞ്ഞം ഡയറക്ടർ ബോർഡിന്റെ തീരുമാനമാണ് മന്ത്രിസഭായോഗം തത്വത്തിൽ അംഗീകരിച്ചത്. ഇതോടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ ടെൻഡർ അദാനി ഗ്രൂപ്പിന് നൽകുന്നതിനാണ് അന്തിമ അംഗീകാരമായത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിക്ക് ശേഷമാകും പ്രഖ്യാപനവും കരാർ ഒപ്പുവെക്കലുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. അതിന്റെ മറുപടി കിട്ടിയതിനു ശേഷം തുടർ നടപടികൾ തീരുമാനിക്കും. ഇപ്പോൾ തന്നെ എഗ്രിമെന്റ് ഒപ്പുവെക്കുന്നതിന് തടസ്സമില്ലെങ്കിൽ ആ നടപടികളുമായിട്ട് പൂർണ്ണമായും ഗവൺമെന്റ് വിശ്വസിക്കുന്നു. ഇത് കേരളത്തിന്റെ ലാസ്റ്റ് ചാൻസാണ്. ഇത് മിസ് ചെയ്താൽ വിഴിഞ്ഞം നമുക്ക് നഷ്ടപ്പെടും. പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ചാണ് മന്ത്രിസഭയുടെ തീരുമാനം. ഇത് കേരളത്തിന്റെ അവസാന സാധ്യതയാണെന്നും ഇപ്പോൾ നഷ്ടമായാൽ ഇനി ഒരിക്കലും വിഴിഞ്ഞം പദ്ധതി കേരളത്തിന് ലഭിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി എന്ത് പഴി കേൾക്കാനും താൻ തയ്യാറാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പദ്ധതിയുടെ ടെൻഡർ അദാനിക്ക് നൽകുന്നത് അദാനിയുടെ അനുഭവ സമ്പത്ത് കണക്കിലെടുത്താണ്. ഭൂമി കച്ചവടം എന്നത് പദ്ധതിയെ തകർക്കാനുള്ള വെറും പ്രചരണം മാത്രമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
അദാനി ഗ്രൂപ്പിന്റെ ടെൻഡർ രേഖകൾ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്ന് മന്ത്രി കെ ബാബു വ്യക്തമാക്കി. കേരളപ്പിറവി ദിനത്തിൽ വിഴിഞ്ഞത്തിന്റെ നിർമ്മാണം ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതിന്റെ നിയമോപദേശം തേടി അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ബിഡ് അദാനി ഗ്രൂപ്പ് സമർപ്പിച്ച ബിഡ് വെബ്സൈറ്റിൽ ഈ പത്രസമ്മേളനം കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യും. ഇനി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിക്കായി ചീഫ് സെക്രട്ടറി ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് കത്തയക്കും. ഇതിന്റെ മറുപടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും വിഴിഞ്ഞത്തിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിഴിഞ്ഞം പദ്ധതി അദാനിക്ക് നൽകിയതിൽ അഴിമതിയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ ആവർത്തിച്ചു. വിഴിഞ്ഞത്തിൽ കള്ളക്കളി മാധ്യമങ്ങൾ തുറന്നു കാട്ടണമെന്നും വി.എസ്. പറഞ്ഞു. മുഖ്യമന്ത്രി അദാനിയുമായി നടത്തിയ ചർച്ച അഴിമതിയുടെ ഡീലായിരുന്നുവെന്നും വി.എസ്. പറഞ്ഞു. ഭക്ഷണത്തിലെ മായം തടയാൻ ശക്തമായ നടപടിയെടുക്കാൻ തീരുമാനം. ഇതിനായി ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തെ ശക്തിപ്പെടുത്തും. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിഷാംശമുള്ള പച്ചക്കറികളുടെ കയറ്റുമതി തടയാൻ ഇതര സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് കത്തെഴുതും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൻ്റെതാണ് തീരുമാനം. വിഷാംശമുള്ള പച്ചക്കറി സംസ്ഥാനത്തെത്തുന്നത് തടയാനുള്ള പദ്ധതിയാണ് വിപുലീകരിക്കാൻ തീരുമാനിച്ചത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൻ്റെതാണ് തീരുമാനം. ആദ്യപടിയായി മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് ഉമ്മൻചാണ്ടി കത്തെഴുതും. ജൂലൈ ആദ്യവാരം ഉദ്യോഗസ്ഥതല യോഗം വിളിച്ചു ചേർക്കാനും യോഗം തീരുമാനിച്ചു. ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തെ ഇതിനായി ശക്തിപ്പെടുത്തും. 2.45 കോടി രൂപയുടെ ഉപകരണങ്ങൾ വാങ്ങുമെന്നും ആരോഗ്യമന്ത്രി വി.എസ്. ശിവകുമാർ പറഞ്ഞു. എക്യുപ്മെന്റ്സും അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് 2.45 കോടി രൂപയുടെ എക്യുപ്മെന്റ്സ് വാങ്ങുന്നതിന് വേണ്ടിയുള്ള പ്രൊപ്പോസൽ ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ നൽകിയിട്ടുണ്ട്. അതുപോലെ വെജിറ്റബിൾസും 418 പരിശോധനകൾ നടത്തി 26 സാമ്പിൾസിൽ കൂടുതലായിട്ട് ഈ കീടനാശിനി ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഭക്ഷണങ്ങളിലെ മായം തടയാൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിക്കും. സർക്കാർ ഔട്ട്ലെറ്റുകളിലെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ഗുണനിലവാരം പരിശോധിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബും പറഞ്ഞു. ഗവൺമെന്റിന്റെ അധീനതയിലുള്ള ഔട്ട്ലെറ്റ്സിലുള്ള വിൽപ്പന, അതിലൂടെ വിൽക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രൊഡക്ട്സുകളും ഗുണനിലവാര പരിശോധനയ്ക്ക് ഞങ്ങൾ വിധേയമാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് 3 മാസം കൂടുമ്പോൾ അതിൻ്റെ ഒരു റാൻഡം തരത്തിലുള്ള പരിശോധന എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ഉണ്ടാകുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ പച്ചക്കറി ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി ദീർഘകാല കർമ്മ പദ്ധതി തയ്യാറാക്കും. പച്ചക്കറിയിലെ വിഷാംശം കണ്ടെത്താൻ തിരുവനന്തപുരത്തും കോഴിക്കോടും 1 കോടി രൂപ ചെലവിൽ അത്യാധുനിക ലാബ് സജ്ജീകരിക്കും. കേസുകൾ വിചാരണ ചെയ്യാൻ പ്രത്യേക കോടതികൾ രൂപീകരിക്കാനും യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വോട്ടിനായി സാരി വിതരണം. അരുവിക്കരയിൽ വോട്ടിനായി സാരി വിതരണം നടത്തുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് സാരി നൽകുന്നത്. ആദ്യം അതിൻ്റെ ദൃശ്യങ്ങളാണ് പീപ്പിൾ TV പുറത്തുവിടുന്നത്. ഉഴമലയ്ക്കൽ പഞ്ചായത്തിലാണ് ആദ്യഘട്ട വിതരണം നടക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ ആണ് കാണുന്നത്. നിയമങ്ങൾ, ചട്ടങ്ങൾ ലംഘിച്ചുള്ള നടപടി. നാളെ വൈകുന്നേരം 3-4 മണിക്ക് കൊണ്ടുവരാൻ ദൃശ്യങ്ങളാണ് വോട്ടിനായി സാരി വിതരണം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങൾ പി വി കുട്ടൻ നൽകും. ഞങ്ങളുടെ പ്രതിനിധി അരുവിക്കരയിൽ നിന്നും ചേരുന്നു. കുട്ടൻ, വോട്ടിന് വേണ്ടി ചട്ടങ്ങൾ, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടങ്ങൾ, അതിനപ്പുറം ധാർമ്മികത എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് വളരെ വ്യക്തമായി തന്നെ ചട്ടം ലംഘിച്ചുള്ള നടപടിയിലേക്ക് പോകുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ പുറത്തുവിട്ടത്. അതാണ് കണ്ടതും. എന്താണ് ശരിക്കും സംഭവിച്ചത്?
പ്രതീക്ഷ തീർച്ചയായും അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ രംഗത്ത് വളരെ നിർണായകമായ ചില ദൃശ്യങ്ങളാണ് പീപ്പിൾ TV ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥി ശബരിനാഥിന് വേണ്ടി വോട്ട് പിടിക്കുന്നതിന്റെ ഭാഗമായി സാരി വിതരണം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ നാം ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് അരുവിക്കര നിയോജക മണ്ഡലത്തിലെ ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്തിലെ പുളിമൂട് എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ അവിടുത്തെ ബൂത്ത് കൺവെൻഷൻ UDFന്റെ ബൂത്ത് കൺവെൻഷൻ നടക്കുകയാണ്. ഈ കൺവെൻഷനകത്ത് വെച്ച് അവിടെ ഈ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ 50ഓളം പാവപ്പെട്ട സ്ത്രീകൾക്ക്, സ്വാഭാവികമായി നമുക്കറിയാം അരുവിക്കര മണ്ഡലത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും ആര്യനാടായാലും ഉഴമലക്കലായാലും ദിദിരയിലായാലും ഭൂരിഭാഗം ആൾക്കാരും വളരെ സാധാരണപ്പെട്ട ആൾക്കാരാണ്, വളരെ പാവപ്പെട്ട ജനവിഭാഗമാണ്. ഇവർക്ക് സെറ്റ് സാരി വിതരണം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. വൈകിട്ട് അല്പസമയം മുമ്പായിരുന്നു ഇവിടെ ഇവിടെ ഏത് കമ്മിറ്റി അല്ല കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളാണോ ആരാണിത് മുൻകൈ എടുത്ത് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോയിരിക്കുന്നത്? കാരണം മണ്ഡലം കമ്മിറ്റി അടക്കമുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുണ്ട്, ഇവിടെയൊക്കെ തന്നെ അറിവോട് കൂടിയാണോ ഇത്തരമൊരു നിലപാടിലേക്ക് പോയിരിക്കുന്നത്? പ്രതീക്ഷ തീർച്ചയായും ഇപ്പോൾ നാം കാണുന്ന ദൃശ്യങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം DCCയുടെ വൈസ് പ്രസിഡന്റ് സുദർശനാണ്. ഈ മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് സുദർശൻ. അദ്ദേഹത്തിനാണ് ഉഴമലക്കൽ പഞ്ചായത്തിന്റെ UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പ്രചാരണത്തിന്റെയും മറ്റ് പ്രവർത്തനങ്ങളെയും എല്ലാം ചുമതല. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ സാരി വിതരണം നടന്നിരിക്കുന്നത്. വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഈ കൺവെൻഷൻ ആരംഭിക്കുക എന്ന് അറിയിച്ചത്. ഏതാണ്ട് 5 മണിയോടുകൂടി തന്നെ കൺവെൻഷൻ ആരംഭിച്ചു. ആ കൺവെൻഷൻ എന്ന് പറയാൻ പറ്റില്ല, ചെറിയ ബൂത്ത് തലത്തിലുള്ള യോഗങ്ങളാണ് നടന്നത്. ഈ യോഗത്തിനകത്ത് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച ഒരു 100ഓളം സെറ്റ് സാരികൾ ഇത്തരത്തിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടി നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു. യോഗം ആരംഭിച്ച് അവിടെ ഈ പഞ്ചായത്തിലെ മെമ്പറായ റഷീദ എന്ന് പറയുന്ന പഞ്ചായത്ത് മെമ്പറുടെ വീട്ടിൽ വെച്ചാണ് ഈ യോഗം നടന്നത്. ഈ യോഗം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഒരു 19ഓളം സ്ത്രീകൾ, വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള സ്ത്രീകൾ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയുള്ള പ്രായമായവരുൾപ്പെടെയുള്ള വളരെ പാവപ്പെട്ട സ്ത്രീകളാണ് ഈ കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നത്. അവർക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള സെറ്റ് സാരികൾ നേരത്തെ തന്നെ ഈ വീട്ടിൽ കരുതി വെച്ചിരുന്നു. കൺവെൻഷൻ ആരംഭിക്കുന്ന ഘട്ടത്തിൽ റഷീദ ബീവി സ്വാഗതം പറഞ്ഞു. അതിന് തൊട്ട് പിന്നാലെയാണ് സുദർശൻ ഈ കൺവെൻഷനിൽ പങ്കെടുക്കാൻ വേണ്ടി DCC വൈസ് പ്രസിഡന്റ് സുദർശൻ എത്തിയത്. അദ്ദേഹം ഉദ്ഘാടന പ്രസംഗം, വലിയ പ്രസംഗം നടത്തിയില്ല, അദ്ദേഹം ഉദ്ഘാടനം ചുരുക്കി. അതിനുശേഷം വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കൺവെൻഷനിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാർക്കും നമ്മുടെ ഉപഹാരം എന്ന നിലയിൽ ഈ സാരി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരുടെയും പേരുകൾ വിളിച്ചുകൊണ്ടായിരുന്നു ഈ സാരി വിതരണം ചെയ്തത്. സെറ്റ് സാരി എന്ന നിലയിൽ ആദ്യം പാക്ക് ചെയ്ത് വെച്ചിരുന്ന സാരികൾ പിന്നീട് അത് പൊന്നാട എന്ന രീതിയിൽ അണിയിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ഏതായാലും സെറ്റ് സാരി, പാവപ്പെട്ടവർക്ക് സെറ്റ് സാരി വിതരണം ചെയ്തുകൊണ്ട് വോട്ട് പിടിക്കുന്നതിനുള്ള വളരെ കൃത്യമായ നീക്കങ്ങൾ എന്തായാലും ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ കാര്യം വ്യക്തമാണ്. കാരണം തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ, ബീഹാർ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഒരുപക്ഷെ മാത്രം നമ്മൾ കണ്ടു മറന്ന അത്തരം ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ യാതൊരു അല്ലെങ്കിൽ ഒളിക്യാമറയുടെ ഒന്നും തന്നെ സഹായത്തോടെ അല്ലാതെ വളരെ വ്യക്തമായി തന്നെ അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നു, പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തുന്നു. അവിടെ ദൃശ്യങ്ങൾ ഒരുപക്ഷെ കുട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ താഴേക്കിടയിലുള്ള ആളുകൾ തന്നെയാണ്, സ്ത്രീകൾ തന്നെയാണ് അവിടെ വന്നിരിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് ഒരുപക്ഷെ വ്യക്തമാകുന്നതുമാണ്. എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാണ് അവരെ ഇങ്ങനെ ഒരു നിലപാടിലേക്ക്, ഒരുപക്ഷെ വലിയൊരു പ്രലോഭനം, ചട്ടങ്ങളടക്കം ലംഘിക്കുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും പല സംസ്ഥാനങ്ങളിലെയും ഇത്തരം ചെയ്തികളോട് പല മാനദണ്ഡങ്ങളിലൂടെയും പല ഉത്തരവുകളും ഒക്കെ തന്നെ നൽകിയിട്ടുള്ള ഘട്ടമൊക്കെ തന്നെ നമുക്കറിയാവുന്ന സ്ഥിതിക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത്തരമൊരു നടപടിയിലേക്ക് അവിടുത്തെ പ്രാദേശിക നേതൃത്വം എത്തിയത്? എത്രത്തോളം പിന്തുണ ഈ ഒരു ചെയ്തിക്ക് അവിടെ ഉന്നത നേതാക്കളിൽ നിന്നും ഒരു പിന്തുണ ഈ ഒരു നടപടിക്രമത്തിന് ലഭിച്ചിട്ടുമുണ്ട്? പ്രജീഷ് തീർച്ചയായും പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഉത്തരേന്ത്യയിലൊക്കെ കാണുന്ന പോലുള്ള തെരഞ്ഞെടുപ്പ് ദൃശ്യങ്ങളാണ് നമുക്ക് അരുവിക്കരയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നേരത്തെ തന്നെ പണവും മദ്യവും ഒക്കെ നൽകി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ചില ഭാഗങ്ങളിൽ നിന്ന് നീക്കങ്ങൾ നടക്കുന്നതായുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഒരുപക്ഷെ അതിന്റെ പ്രത്യക്ഷമായ തെളിവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഈ കൺവെൻഷൻ നടന്നത് ഒരുപക്ഷെ വളരെ റൂറലായ അല്ലെങ്കിൽ വളരെ ട്രൈബലായ ആദിവാസി മേഖലയിലോ അത്തരത്തിൽ വളരെ ഈ നഗരമെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഈ പട്ടണത്തിൽ നിന്നും വളരെ ദൂരെയുള്ള പ്രദേശങ്ങളിലൊന്നുമല്ല. ആര്യനാട് എന്ന് പറയുന്ന പട്ടണത്തിന്റെ, ഈ മണ്ഡലത്തിന്റെ പ്രധാന കേന്ദ്രമായ ആര്യനാട്, ഇവിടെ പോലീസ് സ്റ്റേഷൻ അടക്കം സ്ഥിതി ചെയ്യുന്ന ഭരണസിരാകേന്ദ്രം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ആര്യനാടിൽ നിന്നും 2 കിലോമീറ്റർ മാറിയാൽ ഉഴമലക്കൽ പഞ്ചായത്തിന്റെ അതിർത്തി പ്രദേശമായി അവിടെയുള്ള പുളിമൂട് എന്ന് പറയുന്ന പ്രദേശത്തെ വാർഡ് മെമ്പർ റഷീദയുടെ വീട്ടിലാണ്. റഷീദയാണ് ഈ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞത്. റഷീദയുടെ വീട്ടിൽ വെച്ചാണ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിച്ചത്. ഇത്തരത്തിൽ സാരി വിതരണം ചെയ്യുന്നുണ്ടെന്ന് നേരത്തെ തന്നെ അവിടെ വിവരമുണ്ടായിരുന്നു. ഞങ്ങൾ
മാധ്യമപ്രവർത്തകരാണ് എന്ന രീതിയിലല്ല അവിടെ എത്തിയത്. മറ്റു ചില പേരുകൾ പറഞ്ഞുകൊണ്ടാണ് അവിടെ എത്തിയത്. അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകരോടും അവിടുത്തെ KSUവിൻ്റെ അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരോടും ഈ കൺവെൻഷനിൽ പങ്കെടുത്ത സ്ത്രീകളോടും പ്രായമായ സ്ത്രീകളോട് ഉൾപ്പെടെ നമ്മൾ നേരത്തെ തന്നെ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് തങ്ങൾ ഇത്തരത്തിൽ സാരി വിതരണം ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരം ലഭിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. തങ്ങൾക്ക് സാരി ലഭിക്കും, അല്പസമയത്ത് തന്നെ സാരി ലഭിക്കും. അതിനുശേഷമാണ് നമ്മുടെ ക്യാമറ എത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഇത്തരത്തിൽ സെറ്റ് സാരികൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സെറ്റ് സാരികൾ അവിടെ തയ്യാറാക്കി വെച്ചത്. അതിനുശേഷം DCC വൈസ് പ്രസിഡന്റ് സുദർശൻ എത്തിയ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗം, സാധാരണ നമുക്കറിയാം കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും ഇത്തരത്തിലുള്ള കൺവെൻഷനുകൾ ഉദ്ഘാടന പ്രസംഗം അരമണിക്കൂറോളം നീളും. എന്നാൽ ഇവിടെ അത്തരം ഒരു പ്രസംഗവും നടത്താതെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതുകൊണ്ട് UDF-ന് എല്ലാവരും വോട്ട് നൽകണം, നിങ്ങൾക്ക് ഞങ്ങളുടെ ചെറിയൊരു ഉപഹാരമുണ്ട്, ഇതൊരു ആദ്യഘട്ട ഉപഹാരം എന്ന രീതിയിൽ ഇത് സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓരോ ആൾക്കാരുടെ കൺവെൻഷനിൽ പങ്കെടുത്ത പേരുകൾ നേരത്തെ തന്നെ എഴുതി വെച്ചിരുന്നു. പല പേരുകളിലുള്ള പ്രായമേറിയ സ്ത്രീകൾ, അതുപോലെ തന്നെ എന്തായാലും ഈ ഒരു നടപടിക്രമത്തിലൂടെ ഒരു കാര്യം കൂടി വ്യക്തമാവുകയാണ്. കാരണം ഉടുതുണിക്ക് പോലും നിവൃത്തിയില്ലാത്ത ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം, കാരണം വലിയ ഖ്യാതി മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോഴും അവരുടെ ശോച്യാവസ്ഥ കൂടി അത് മുതലെടുക്കുകയായിരുന്നു. അവരുടെ ഈ ഒരു പൾസ്, കാരണം ദൗർബല്യത്തെ അത് മുതലെടുത്തുകൊണ്ട് ചട്ടങ്ങൾ ലംഘിക്കാനുള്ള ഒരു പ്ലാനിംഗ് ആണോ നടക്കുന്നത്? കാരണം ഉഴമലയ്ക്കൽ പോലെയുള്ള പ്രദേശത്ത് വളരെ താഴേക്കിടയിൽ കഴിയുന്ന പിന്നോക്ക അവസ്ഥയിലുള്ള ഗ്രാമപ്രദേശത്തിലെ ജനങ്ങളാണ് ഈ മേഖലയിൽ ആദ്യഘട്ടം, ഇവിടെ നമ്മുടെ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടം എന്ന നിലയിലേക്കാണ് ഈ ഒരു നടപടി. സമാനമായ രീതിയിലുള്ള പ്ലാനിംഗ് പദ്ധതികൾ സമാന രീതിയിൽ തന്നെ മറ്റ് മേഖലകളിലടക്കം നടക്കാനുള്ള സാധ്യതയുണ്ടോ? ഇവിടെ സാരിയെങ്കിൽ അതേ പൾസ് അറിഞ്ഞുകൊണ്ട് മറ്റ് മേഖലകളിലെ ആളുകളുടെ ദൗർബല്യത്തെ മുതലെടുക്കുന്ന സംവിധാനത്തിന് തന്നെയാണോ രൂപം കൊടുക്കുന്നത്? എന്താണ് ശരിക്കും ഇതിൻ്റെ ഉള്ളറകളിലേക്കടക്കം പരിശോധിച്ച് പോയാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്? കുട്ടൻ ഇത്രയും ദിവസം അവിടെ തങ്ങി നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഏത് രീതിയിലുള്ള ഒരു പ്ലാനിംഗ് ആണ് ഒരുപക്ഷെ സംസ്ഥാനത്ത് നിർണായകമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പിൽ വലിയ ഒരു അട്ടിമറി ഉണ്ടാക്കാൻ വേണ്ടി സാഹചര്യങ്ങളെ മുതലെടുക്കാൻ തയ്യാറാക്കിയിരിക്കുന്ന പദ്ധതി? പ്രതീക്ഷ തീർച്ചയായും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു. പക്ഷെ അതൊക്കെ പ്രാഥമികമായ വിവരങ്ങൾ മാത്രമായിരുന്നു. ജയശങ്കർ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ജയശങ്കർ, വളരെ വ്യക്തമായി തന്നെ ഒളിക്യാമറയുടെ അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക വിദ്യകളുടെ ഒന്നും തന്നെ സഹായമില്ലാതെ തന്നെ കാര്യങ്ങൾ വളരെ ദൃശ്യ രൂപേണ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു. സാരി കൊടുക്കുന്നു, ഓരോരുത്തരുടെയും പേര് വിളിച്ച് ഉഴമലയ്ക്കൽ പഞ്ചായത്തിലാണ് ആദ്യഘട്ട പരിപാടി. കാരണം വോട്ടിന് വേണ്ടി സാരി കൊടുക്കുന്നു. പ്രാഥമികമായി നിരീക്ഷിക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ് സാരി കൊടുക്കുന്നത്. പക്ഷേ അതിൻ്റെ സാഹചര്യമുണ്ട്, അതിൻ്റെ ഏത് നടപടിക്രമത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്? ഈ ഘട്ടത്തിൽ ഈ ചെയ്യുന്ന കാര്യത്തെ ഒരു നിയമജ്ഞൻ എന്ന നിലയ്ക്ക് കൂടി താങ്കൾക്ക് വ്യാഖ്യാനിച്ചാൽ. അഴിമതിയുടെ നിർവചനത്തിൽപ്പെട്ട ഒരു കാര്യമാണ് അവിടെ നടന്നിട്ടുള്ളത്. സാരി വിതരണം ചെയ്യുന്നത്, അല്ലെങ്കിൽ പണം വിതരണം ചെയ്യുന്നത്, മദ്യം വിതരണം ചെയ്യുന്നത് എല്ലാം തെരഞ്ഞെടുപ്പ് അഴിമതിയാണ്. ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഇനിയിപ്പോൾ ശബരിനാഥൻ തെരഞ്ഞെടുക്കപ്പെടുന്ന പക്ഷം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് അസ്ഥിരപ്പെടുത്താനുള്ള സാധ്യത പോലുമുണ്ട്. പക്ഷേ ഇത് കാലകാലങ്ങളായിട്ട് കോൺഗ്രസും അതുപോലുള്ള പാർട്ടികളും അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, പണ്ട് വാജ്പേയി പാർലമെന്റിലേക്ക് മത്സരിക്കുമ്പോൾ 2004 പൊതു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ മണ്ഡലമായ ലക്നൌവിൽ സാരി വിതരണം ചെയ്തു. അതാണ് ശ്രീ ജയശങ്കർ ഞാൻ സൂചിപ്പിച്ചത്. കാരണം ഇത് റിപ്പോർട്ട് ചെയ്ത കുട്ടനോട് തന്നെ പറഞ്ഞ കാര്യം. കാരണം നമ്മൾ കണ്ടിട്ടുള്ളത് ബീഹാറിലോ അല്ലെങ്കിൽ ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങൾ, തമിഴ്നാട്ടിൽ ഒരു പക്ഷേയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതേ രീതിയിൽ താങ്കൾക്കൊരു പക്ഷേ, എനിക്ക് മനസ്സിലാകുന്ന ദൃശ്യങ്ങൾ ഒരു പക്ഷേ താങ്കൾ കാണുമെങ്കിൽ അതിൻ്റെ തീവ്രത ഒരു പക്ഷേ ബോധ്യപ്പെടും. കാരണം ആ രീതിയിൽ വോട്ടർമാരുടെ പേരെടുത്ത് വിളിക്കുന്നു, അവരെ അടുത്തേക്ക് ക്ഷണിക്കുന്നു, മേശപ്പുറത്ത് വലിയ ബണ്ടിൽ പോലെ സാരി വെച്ചിരിക്കുന്നു, അവരെ അണിയിക്കുന്നു. അത് തികച്ചും തെറ്റാണ്, നിയമവിരുദ്ധമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് അഴിമതി ഇങ്ങനെയുള്ള പല കുൽസിത പ്രവൃത്തികളിലൂടും കൂടിയാണ് പല സ്ഥാനാർത്ഥികളും വിജയിക്കുന്നത്. കേരളത്തിൽ തന്നെ തമിഴ്നാട്ടിനോട് ചേർന്ന് കിടക്കുന്ന ദേവികുളം, പീരുമേട് പോലെയുള്ള മണ്ഡലങ്ങളിൽ സാധാരണ എടുത്ത് ചെയ്യുന്നത് കാണുന്നുണ്ട്. പണ്ട് മണർകാട് പാപ്പൻ പീരുമേട്ടിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹം എല്ലാ വോട്ടർമാർക്കും സാരി വിതരണം ചെയ്യുന്ന സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും അദ്ദേഹം തോറ്റുപോയി. അത് വേറെ കാര്യം. 1980 തെരഞ്ഞെടുപ്പിൽ പാപ്പൻ കോൺഗ്രസ് ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഐക്യജനാധിപത്യ പാനലിൽ അദ്ദേഹം മത്സരിക്കും. അത് തോറ്റുപോയി. അന്ന് ഇതുപോലെ ചെയ്തതായിട്ട് അനുഭവം ഉണ്ടായിട്ട് ഇതുപോലുള്ള പ്രവർത്തികൾ കേരളത്തിൽ സാധാരണ പതിവില്ല. എന്നാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം എന്ന നിലയിൽ എത്തിയിരിക്കും. അല്ല, അവിടെ ചട്ടലംഘനം വ്യക്തമാണോ ജയശങ്കർ? കാരണം ഇതുപോലെയുള്ള നടപടിക്രമങ്ങളോട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ഒരു നിലപാട് പലപ്പോഴായി പറഞ്ഞിട്ടുകൂടിയുള്ള ഒരു സാഹചര്യത്തിൽ
അല്ല, ജനപ്രാതിനിധ്യ നിയമത്തിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ വിതരണം ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് അഴിമതിയാണ്. അത് തെരഞ്ഞെടുപ്പ് അഴിമതിയുടെ നിർവചനത്തിൽപ്പെട്ട കാര്യമാണ്. യാതൊരു സംശയമില്ല. 123 വകുപ്പാണെന്നാണ് എന്റെ ഓർമ്മ. ഇത് തെരഞ്ഞെടുപ്പ് അഴിമതിയുടെ കൂട്ടത്തിൽ പെടുത്തിയിട്ടുണ്ട്. 1951 ജനപ്രാതിനിധ്യ നിയമം 123 വകുപ്പ് അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശ്രീ ജയശങ്കർ, ഒരു കാര്യം കൂടി വ്യക്തമാവുകയാണോ? കാരണം കൊടുത്തത് സാരിയാണല്ലോ. കാരണം കാർത്തികേയന്റെ ഖ്യാതിയൊക്കെ തന്നെ നിലനിൽക്കുന്ന മണ്ഡലം വലിയ വികസന പ്രവർത്തനങ്ങളിലേക്ക് അടക്കം പോയിട്ടുണ്ട് എന്ന് വാദോരാതെ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ് സാരി കൊടുക്കുന്നത്. ഉടുതുണിക്ക് പോലും വളരെ ശോച്യാവസ്ഥ നിലനിൽക്കുന്ന ഒരു മണ്ഡലം, അവിടെയാണ് ഇത്തരം അവരുടെ ദൗർബല്യങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത്. ആ രീതിയിലൊക്കെ തന്നെ നമുക്കൊരു പക്ഷേ വിശകലനങ്ങളിലേക്ക് പോകേണ്ടി വരുന്നെങ്കിൽ പട്ടികജാതിക്കാരും അതുപോലെ ആദിവാസികളും ധാരാളമായിട്ടുള്ള മേഖലകൾ ഈ മണ്ഡലത്തിലുണ്ട്. അതുപോലെ കാലങ്ങളായിട്ട് ദുരിതം അനുഭവിക്കുന്ന പട്ടിണി കിടക്കുന്ന എസ്റ്റേറ്റ് തൊഴിലാളികളുണ്ട്. ഇതുപോലെ പല സാധനങ്ങളും വിതരണം ചെയ്യേണ്ടതായിട്ട് വരും. ഇത്തരമൊന്നും ദാരിദ്ര്യമില്ലാത്ത പിറവം നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പെടുന്നപ്പോൾ കുപ്പിക്കണക്കിനാണ് മദ്യം വിതരണം ചെയ്തത്. അതാണ് നമ്മുടെ എക്സൈസ് മന്ത്രിയുടെ പേര് ഇട്ട് വിളിക്കുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായി. ഒരു കോൺഗ്രസ് MLA തന്നെ എന്നോട് പറഞ്ഞ അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രചരണത്തിന് ഒരു പ്രവർത്തകൻ ചോദിച്ചു, ബാബു വന്നേ ഇദ്ദേഹം ചോദിച്ചു, ബാബു ചാൻ മുളന്തുറക്കിലാണ്, ചിലപ്പോൾ വയനാടാബു വരെയായിരിക്കും. അപ്പൊ ഈ ആള് കൈകൊണ്ട് ആക്കി കഴിച്ചു ആ ബാബു എന്ന് പറഞ്ഞു. അപ്പൊ MLAക്ക് മനസ്സിലായ കാര്യം എന്തെന്നു. കാരണം ആ രീതിയിലായിരുന്നു മദ്യത്തിന്റെ വിതരണം. അതെ, ഞാൻ അടുത്ത ചോദ്യം താങ്കളിലേക്ക് അതായിരുന്നു. കാരണം ഇവിടെ PC ജോർജ് പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം സർക്കാരിൻ്റെ മുൻ ചീഫ് വിപ്പ് കഴിഞ്ഞകാല ചില പ്രവൃത്തികളിലൊക്കെ തന്നെ വളരെ ചുക്കാൻ പിടിക്കുകയും അത്തരം തിരക്കഥകൾക്ക് മുന്നിൽ പ്രവർത്തിച്ച് പാരമ്പര്യമുണ്ട് എന്ന് പറയുകയും ചെയ്ത PC ജോർജ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇവിടെ ഈ സാഹചര്യത്തിലടക്കം പലതും ഒഴുക്കാം, മദ്യം ഒഴുകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ വോട്ട് ക്രമീകരിക്കാനോ അല്ലെങ്കിൽ സ്വരൂപിക്കാനോ ഒക്കെയുള്ള നടപടിക്രമങ്ങൾ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ മദ്യമടക്കം ഉള്ള സാഹചര്യത്തിലേക്ക് ഇവിടെ ഒരു അർത്ഥത്തിൽ നോക്കിയാൽ സാരി ഒരു തലത്തിൽ വരുന്നു, മറ്റ് തലത്തിലേക്കൊക്കെ അങ്ങനെയാണെങ്കിൽ ചിന്തിക്കാൻ നമ്മൾക്ക് പ്രയാസപ്പെടേണ്ടി വരുമോ കാര്യങ്ങളെ? തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പണം വിതരണം ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അങ്ങനെയും ചെയ്യാറ് പതിവുണ്ട്. പ്രത്യേകിച്ച് ഹരിജൻ കോളനികൾ കേന്ദ്രീകരിച്ച് UDF സ്ഥാനാർത്ഥികൾ പണം വിതരണം ചെയ്യുകയും അവരുടെ വോട്ടർ ID കാർഡ് വാങ്ങിച്ചു വെക്കുകയും ചെയ്യുന്ന സംവിധാനം ഉണ്ടായിട്ടുണ്ട്. വോട്ട് ചെയ്താൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് ചെയ്യുമെന്ന് ഉറപ്പുള്ള ആളുകളുടെ വോട്ടർ ID കാർഡ് മേടിച്ചു വെക്കുകയും അതിന് പകരം പണം ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000 രൂപ വിതരണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി സംഘവും എന്താ അതിക്രമം മെഴുകിച്ച്? തെരഞ്ഞെടുപ്പ് അഴിമതിയല്ല, തെരഞ്ഞെടുപ്പ് അതിക്രമം. വേണ്ടി വന്നാൽ ബൂത്ത് പിടുത്തം അടക്കമുള്ള പരിപാടികൾ ചെയ്യാൻ പഠിക്കില്ല. കാരണം ജയശങ്കർ, എനിക്ക് തോന്നുന്നു, കാരണം താങ്കൾ ദൃശ്യം കാണാത്തതുകൊണ്ട് അതിൻ്റെ ഒരു പക്ഷേ തീവ്രത താങ്കൾക്ക് മനസ്സിലാകും. വളരെ വ്യക്തമായി ആ മേശപ്പുറത്ത് നമ്മളിപ്പോൾ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്ന മേശപ്പുറത്ത് കടയിൽ വിൽപ്പനയ്ക്ക് വെക്കുന്നത് പോലെ ബണ്ടിൽ കണക്ക് സാരി ഇരിക്കുന്നു. അവിടെ കാത്തു നിൽക്കുന്നു, ഒരു പക്ഷേ സാരിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന അത്ര വലിയൊരു ദയനീയ മുഖം. അത് വളരെ ഫലപ്രദമായി തന്ത്രപരമായി അതിനെ ഉപയോഗപ്പെടുത്തുന്നു. വോട്ടിന് വേണ്ടിയുള്ള ആദ്യമൊരു പ്രസംഗം കൺമുന്നിൽ വെച്ച ശേഷം അല്ലെങ്കിൽ അവരിലേക്ക് ആകർഷിക്കത്തക്ക രീതിയിൽ സാരി വെച്ച ശേഷം പ്രസംഗം നടത്തി ഓരോരുത്തരെ വിളിച്ച് അവർക്ക് അണിയിക്കുന്നു. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ കേരളത്തിനൊരു പക്ഷേ ഞാൻ താങ്കളടക്കം നേരത്തെ സൂചിപ്പിച്ച പോലെ വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് ഉത്തരേന്ത്യയിലടക്കം സംഭവിച്ച കാര്യങ്ങൾ കേരളത്തിലേക്കൊക്കെ ഇതൊക്കെ ഒരു സംഭവമായി അസ്വാഭാവികത ഒന്നുമില്ലാത്ത രീതിയിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെയൊക്കെ നമ്മൾ ഏതർത്ഥത്തിൽ കാണണം? അത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ ജീർണതയാണ് സൂചിപ്പിച്ചത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 70 കൊല്ലമാകാൻ പോകുന്നു, റിപ്പബ്ലിക്കായിട്ട് 65 കൊല്ലം കഴിഞ്ഞു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വതന്ത്ര പരമാധികാര ജനാധിപത്യം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം എന്ന് നമ്മൾ മേനി നടിക്കുന്നു. ഇവിടെ UDF സംവിധാനത്തിന്റെ ജീർണത മാത്രമല്ല, നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ മൊത്തത്തിലുള്ള ജീർണതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. യെസ്, എന്തായാലും ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കാര്യം ബോധ്യപ്പെട്ടാൽ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിലൊരു ഇടപെടേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു പക്ഷേ ദൃശ്യത്തിലൂടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ. തീർച്ചയായിട്ടും അതിന്റെ തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥനായിരിക്കും. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടാൽ തീർച്ചയായിട്ടും നടപടിയെടുക്കാനുള്ള സംവിധാനമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിപുലവുമായ അധികാരങ്ങൾ ഇപ്പോൾ ഉണ്ട്, പഴയ പോലെയല്ല. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽ ഇത് വരും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഇപ്പൊ പോസ്റ്ററുകൾ തന്നെ നിയമവിരുദ്ധമായിട്ടുള്ള പോസ്റ്ററുകൾ അല്ലെങ്കിൽ അപകീർത്തികരമായിട്ടുള്ള പോസ്റ്ററുകൾ, നോട്ടീസുകളൊക്കെ ഇറക്കിയാൽ തെരഞ്ഞെടുപ്പ് നിരീക്ഷകന്മാർ അപ്പോൾ തന്നെ നടപടി എടുക്കാറുണ്ട്. അവർക്ക് വലിയ വ്യാപകമായ അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ മേൽ നടപടി എടുക്കാനുള്ള അധികാരം വരുമുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുടെ മേൽ നടപടി എടുക്കാനുള്ള അധികാരമുണ്ട്, റവന്യൂ ഉദ്യോഗസ്ഥരുടെ മേൽ അധികാരമുണ്ട്. അപ്പൊ തെരഞ്ഞെടുപ്പ് നിരീക്ഷകന്റെ ശ്രദ്ധയിൽ കാര്യം പെട്ടാൽ ഉടനെ തന്നെ നടപടി ഉണ്ടാവും എന്നുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനെങ്കിലും അതുകൊണ്ട് ഉപകാരം. അതെ, വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ. കുട്ടനിലേക്ക് വീണ്ടും പോകുന്നു. കുട്ടൻ, ഇവിടെ ചൂണ്ടിക്കാട്ടിക്കപ്പെടുന്ന പോലെ കാരണം ജനപ്രാതിനിധ്യ നിയമത്തിലെ
പ്രസക്തി, ജനപ്രാതിനിധ്യ നിയമത്തെ എത്രത്തോളം നമുക്ക് സമീപിക്കാം തെരഞ്ഞെടുപ്പുകളിൽ, അതിൻ്റെ പ്രസക്തി വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യത്തിലാണ് അരുവിക്കര നിയോജക മണ്ഡലത്തിൽ നിന്നും ഇത്തരമൊരു ചെയ്തി വരുന്നത്. ഇപ്പോൾ കുട്ടനിലേക്ക് വരാം. PC ജോർജ് MLA നമ്മോടൊപ്പം ചേരുന്നു. PC, താങ്കൾ ഒരു പക്ഷേ കഴിഞ്ഞ 2 ആഴ്ച മുമ്പോ അല്ലെങ്കിൽ താങ്കൾ തുടർച്ചയായി പറയുന്ന ഒരു കാര്യമുണ്ട്, ഏത് ചെയ്തികളിലൂടെയും അരുവിക്കരയിൽ ഒരു അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ തെരഞ്ഞെടുപ്പിൽ നടന്നേക്കാം. ഇവിടെ ദൃശ്യങ്ങൾ പീപ്പിൾ TV പുറത്തുവിടുന്നത് സാരി കൊടുക്കുന്നു, ഉഴമലക്കൽ പഞ്ചായത്തിൽ സാരി കൊടുക്കുന്നു, ഒരു വലിയൊരു സംഭാഷണം അല്ലെങ്കിൽ യോഗത്തിന് ശേഷം വോട്ടർമാരെ, സ്ത്രീകളെ വിളിച്ചു വരുത്തി അവർക്ക് സാരി കൊടുക്കുന്നു, വളരെ വ്യക്തമായി തന്നെ ദൃശ്യങ്ങൾ ബോധ്യപ്പെടുകയും ചെയ്യുന്നു. അത്തരം ഒരു ഗുരുതരമായ ആരോപണം താങ്കൾ ഉന്നയിച്ച മദ്യമടക്കമുള്ള കാര്യങ്ങൾ ഒഴുക്കും ഇവിടെ സാരിയുടെ രൂപത്തിലെത്തുമ്പോൾ ആദ്യത്തെ പ്രതികരണം? ഇത് എനിക്കൊരു അത്ഭുതം തോന്നുന്നില്ല. ഞാൻ അവിടെ കഴിഞ്ഞ 2-3 ദിവസം ഉണ്ടായിരുന്നു. അവിടെ ഓരോ വീടിന്റെ മുന്നിൽ കൊണ്ട് 3 ബോർഡ് വെക്കും. കോൺഗ്രസ് ഐക്യ ജനാധിപത്യ ഇലക്ഷൻ കമ്മിറ്റി ആഫീസ്, ബൂത്ത് കമ്മിറ്റി ആഫീസ് 1, 2 ചോദിച്ചപ്പോൾ ഞാനൊരു വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന ബോർഡ് ഇറങ്ങി. ഞാൻ വെറുതെ സ്നേഹമായിട്ട് ചോദിച്ചത്, ഇതെന്താ ഇവിടെ വെച്ചിരിക്കുന്നത്, നിങ്ങളുടെ ഓഫീസാണോ? അയ്യോ, അവന്മാർ കൊണ്ട് 10,000 രൂപ കൊണ്ട് വെപ്പിച്ചു തന്നു. 10,000 രൂപ കൊടുത്ത വീട്ടിലേ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ വോട്ട് ചെയ്യുന്ന ആർക്കാ? ഇവന്മാർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യും, ഇവന്മാർ കള്ളന്മാരല്ലേ, മതിയോ? അപ്പൊ 10,000 രൂപ മേടിച്ചു, പക്ഷെ വോട്ട് ചെയ്യില്ല അവര്. അപ്പൊ അങ്ങനെ കേരളത്തിലെമ്പാടും 10,000 രൂപ വെച്ച് ബോർഡ് വെച്ചുകൊണ്ട് നടക്കുകയാണ്. ഈ രാജ്യത്ത് വിഴിഞ്ഞ ഉൾപ്പെടെ മധ്യരാജാക്കന്മാരെ ഉൾപ്പെടെ എന്തിനെല്ലാം വിറ്റുണ്ടാക്കി വെച്ചിരിക്കുന്ന കോടാനുകോടി രൂപയില്ലേ, അതിലൊരു 10-25 കോടി രൂപ ഇപ്പൊ അരുവിക്കര ഇറക്കും. എനിക്ക് ഒരു സങ്കടം, ഒരു കാര്യം എനിക്ക് പറയാം, ഈ കോൺഗ്രസ്സുകാരൻ ആ തോട്ടത്തിൽ എസ്റ്റേറ്റിലെ പാവപ്പെട്ട തൊഴിലാളികൾ പട്ടിണി കിടക്കുക, അവിടെ കൊണ്ട് എല്ലും തോലും ഇപ്പൊ എവിടെ മരിച്ചു വീഴും പട്ടിണിയായിട്ട്. അവർ കൊണ്ട് അരി മേടിച്ചു കൊടുത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന അഭിപ്രായം എനിക്കുണ്ട്. കാരണം മണ്ഡലത്തിലെ ശോച്യാവസ്ഥ കൂടിയാണോ ബോധ്യപ്പെടുന്നത്? കാരണം സാരി ഉടുതുണിക്ക് പോലും ഒരു നിവർത്തിയില്ലാത്ത ഒരു ജനവിഭാഗത്തെ വലിയ തോതിൽ ഇപ്പോൾ ഉപയോഗപ്പെടുത്തുകയാണോ? അവരുടെ ദൗർബല്യങ്ങളെ, അവരുടെ ദുർബലാവസ്ഥയെ മുതലെടുക്കുകയാണോ? അങ്ങനെയുള്ള ശ്രമം ഉഴമലക്കലിൽ ആദ്യഘട്ടമെന്ന നിലയിൽ നടക്കുന്നു. ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മണ്ഡലത്തിലടക്കം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ സർക്കാരോ ഏത് രീതി വിചാരിച്ചാലും ഇവിടെ ഒന്നും നടക്കില്ല, അല്ലെങ്കിൽ മദ്യം ഇറക്കാമെന്നുള്ള അദ്ദേഹത്തിൻ്റെ മോഹം, അല്ലെങ്കിൽ അതിന് അഴിമതി വിരുദ്ധ മുന്നണി ഉള്ളിടത്തോളം കാലം നടക്കില്ല തുടങ്ങിയ കാര്യങ്ങൾ താങ്കൾ പ്രസ്താവനയിലൂടെയെങ്കിലും പറഞ്ഞു കാണും, വോട്ടർമാർക്കിടയിൽ പറഞ്ഞിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ ബോധ്യമുണ്ടോ ഇത് ഇങ്ങനെ ഉള്ള ചെയ്തികൾ തുടരില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ താങ്കൾക്ക്? ഇനിയും തുടരും. ഉമ്മൻചാണ്ടി ഉള്ളിടത്തോളം കാലത്തും കോൺഗ്രസ് പാർട്ടി ഉള്ളിടത്തോളം കാലം തുടരും. അവരെ ഇലക്ഷൻ തോറ്റ് 30-ാം തീയതി വീട്ടിൽ കയറുന്നിടം വരെ അത് തുറന്നുകൊണ്ടിരിക്കും. ഒരു സംശയമില്ല, ജനം മനസാക്ഷി വെച്ച് കോൺഗ്രസ് വോട്ട് ചെയ്യാൻ കഴിയില്ല. കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യില്ലല്ലോ. കോൺഗ്രസ് പ്രവർത്തകർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയല്ലേ ഞാൻ ദാസിനെ സ്ഥാനാർത്ഥിയായിട്ട് എത്തി, കെ ദാസ്. കാരണം അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു കക്ഷിയുടെ സ്ഥാനാർത്ഥി എന്നതിൽ ദാസിന് വിജയസാധ്യതയുണ്ടെന്നാണ് എന്റെ വിശ്വാസം. കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്യാൻ സ്ഥാനാർത്ഥിയില്ല. ഒരഹങ്കാരിയായ ഒരു പയ്യനെ കയറ്റി നിർത്തിയിട്ട് അടുത്ത ഇലക്ഷൻ ഞാൻ തന്നെ നിൽക്കുന്നു പ്രഖ്യാപിക്കുന്ന ഒരു പയ്യനെ അവിടെ PC ഒരു കാര്യം കൂടി, കാരണം PC എന്തായാലും അവിടെ താങ്കൾ അവിടെ മണ്ഡലത്തിൽ എന്തായാലും ഒരു കഴിഞ്ഞ നാളുകളിൽ അടക്കം അവിടെ ഇടപെടൽ നടത്തിയൊരു വ്യക്തിയാണ്. ഇങ്ങനെ ഉപഹാരങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സാരിയുടെയോ മദ്യത്തിന്റെയോ ഒരു മദ്യക്കുപ്പിയുടെയോ മുന്നിൽ വീഴുന്നവരാണോ ഈ അരുവിക്കരയിലെ ജനങ്ങൾ? ആത്മാഭിമാനമുള്ളവരാണ്, പാവങ്ങളാണ് കൂടുതലും. നാടാർ സമൂഹത്തിന്റെയും അതുപോലെ തന്നെ പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളും അതിനൊക്കെ ഉണ്ട്, പാവപ്പെട്ട മുസ്ലിം സമൂഹം ഒക്കെ ഉണ്ട്. ആ വീട് സമുദായം അവരൊന്നും ഇങ്ങനെ കാശിന് വേണ്ടി ഇവർക്കൊന്നും വിറ്റുകൊടുക്കുന്നവരല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കാർത്തികൻ വോട്ട് ചെയ്യുമോ? കാർത്തികയുടെ പേഴ്സണലായ സ്നേഹം അദ്ദേഹം മരണത്തിനും മരിച്ചടക്കം മരണത്തിനും ശവസംസ്കാരത്തിനും കല്യാണത്തിനും ഒക്കെ വരുമായിരുന്നു. ആ സ്നേഹം അല്ല നാടിനൊന്നും ചെയ്തില്ലല്ലോ. നാടിന് എന്തെങ്കിലും ചെയ്തു എന്ന സ്നേഹം ആയിരുന്നില്ല കാർത്തികേയനോട്. അദ്ദേഹം വ്യക്തിപരമായ നാട്ടിലുണ്ടാക്കിയിരുന്ന വ്യക്തിബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ജനം സ്ഥിരമായി അദ്ദേഹത്തിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ ബന്ധം അദ്ദേഹത്തെ കുടുംബത്തിൽ ആർക്കും ഇല്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഇനിയും കിട്ടുകയില്ല. അതുകൊണ്ട് സഹതാപത്തിന് എന്താ പ്രസക്തി? സഹതാപ തരംഗം ഉമ്മൻചാണ്ടിക്ക് സഹതാപമുണ്ടോ? സുധീറിന് സഹതാപമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് പാർട്ടിക്ക് കാർത്തികേയന്റെ മരണത്തിൽ ദുഃഖമുണ്ടോ? ഉണ്ടായിരുന്ന അദ്ദേഹത്തെ മരണം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ പട്ടണ ഉണങ്ങുന്നതിന് മുമ്പ് ബഡ്ജറ്റ് അവതരിപ്പിച്ച നിയമസഭ മാണിയുടെ ഉമ്മൻചാണ്ടിയുടെ വായിലോട്ട് ലഡു നിയമസഭയ്ക്ക് അത് തിരികെ കയറ്റുക ആര് MLA-മാര്. അതൊക്കെ തന്നെ വ്യക്തമാണ്. അതിന്റെ ചർച്ചകൾ ഗുരുതരമായ തലത്തിലേക്ക് ഒരു പക്ഷേ നീളും. PC ഇവിടെ കാരണം ദൃശ്യങ്ങളിലൂടെയാണ് വരുന്നത് ഇങ്ങനെ സാരി നൽകുന്നത്. കാരണം ഇവിടെ നമ്മൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യ പരിശോധിച്ചാൽ തമിഴ്നാട്ടിലടക്കം ഇങ്ങനെയുള്ള ചെയ്തികൾ ഒരു പക്ഷേ വോട്ടർമാരെ
അവരെ മുതലെടുപ്പിന് വേണ്ടി അവർക്ക് സാരിയോ അല്ലെങ്കിൽ മറ്റ് ഭക്ഷണ സാധനങ്ങളോ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ രൂപത്തിലൊക്കെ തന്നെ നൽകാറുണ്ട്. അതേ സാഹചര്യമാണ് ഒരുപക്ഷെ ദൃശ്യങ്ങൾ പീപ്പിൾ ടി വിയിലൂടെ ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അവരെ ഇത്രത്തോളം അവരെ ആ ജനവിഭാഗത്തെ ഉപയോഗപ്പെടുത്തുന്നത് എന്നതിൻ്റെ ഏറ്റവും സാക്ഷ്യപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ജനപ്രാതിനിധ്യ നിയമത്തിൽ അതിൻ്റെ പ്രസക്തി, ജനപ്രാതിനിധ്യ നിയമത്തിലെ പ്രസക്തി അനുസരിച്ച് ഇത് എത്രത്തോളം ഗുരുതരമാണ്, ചട്ടലംഘനമാണ്? ചട്ടലംഘനമാണെന്ന് മാത്രമല്ല നിയമപരമായി ശിക്ഷ മേടിക്കുന്ന കാര്യമാണ്. സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് വിഡ്രോ ചെയ്യേണ്ട ഗതികേടുണ്ടാവും. നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുക്കണം എന്ന് മാത്രമല്ല പോലീസിൽ പരാതി കൊടുക്കണം. വ്യക്തമായ സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാവും. നടപടി ഉണ്ടാക്കാനുള്ള നടപടി സ്വീകരിക്കണം. അല്ലാതെ ഈ പത്രത്തിൽ പറഞ്ഞത് മാത്രമായില്ല. നിയമപരമായി കത്ത് കൊടുത്ത് കളക്ടർക്ക് കത്ത് കൊടുക്കണം. അതോടൊപ്പം ADC അവിടുത്തെ റിട്ടേണിംഗ് അദ്ദേഹത്തിന് കത്ത് കൊടുക്കണം. അങ്ങനെ ഒരു നിലപാടിലേക്ക് പി സി ജോർജ് ഈ ഇത്തരം ചെയ്തികൾ സംഭവിക്കാൻ പാടില്ല, സംഭവിക്കത്തില്ല എന്ന് വളരെ അസന്നിഗ്ധമായി പറയുന്ന താങ്കൾ ഇത്തരം ഈ ഒരു എന്തായാലും ദൃശ്യങ്ങൾ രൂപത്തിലാണല്ലോ വരുന്നത്. അങ്ങനെ ഒരു ഇടപെടൽ താങ്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ? ഞാനിപ്പോ ഈ രാജ്യപ്പെട്ടയാണ്, അതാണ് പ്രശ്നം. ഞാൻ തിരുവനന്തപുരത്തോടെ ഇന്ന് തന്നെ പരാതി കൊടുക്കുമായിരുന്നു, ഒരു സംശയം വേണ്ട. അത് അവിടെ നിങ്ങളെ ചാനലുകാർ തന്നെ കൊടുക്കണം. അത് മര്യാദയുടെ കാര്യമാണ്. ജനാധിപത്യത്തോട് വിശ്വാസമുള്ള നിങ്ങൾ പരാതി കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. താങ്കളിലേക്ക് എത്താം. ഇപ്പോൾ ബാലകൃഷ്ണപിള്ള നമ്മോടൊപ്പം ചേരുന്നു. പിള്ള സാർ, ഇവിടെ ഗുരുതരമായ ഒരു ചട്ടലംഘനം തന്നെ നടന്നിരിക്കുന്നു. സാരി കൊടുക്കുന്നു. സാരി കൊടുത്ത് വോട്ടർമാർക്ക് വളരെ കൃത്യമായി തന്നെ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ്. വോട്ടർമാരെ വിളിക്കുന്നു. പ്രസംഗത്തിന് യോഗത്തിന് ശേഷം നിമിഷങ്ങളോളം അവരെ വെയിറ്റ് ചെയ്യിച്ച ശേഷമാണ് സാരി അവസാനമായി വോട്ട് രേഖപ്പെടുത്തണം അല്ലെങ്കിൽ ശബരിനാഥിന് വേണ്ടി വോട്ട് നിങ്ങളുടെ സമ്മതിദാനം രേഖപ്പെടുത്തണം എന്ന നിലയിൽ പറഞ്ഞതിന് ശേഷം ഷാള് രൂപത്തിൽ സാരി എടുത്ത് കഴുത്തിൽ അണിയിച്ച് ഓരോരുത്തരെ മാറ്റി മാറ്റി വിടുന്നു. താങ്കൾക്ക് നിരീക്ഷണത്തിൽ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? DCC വൈസ് പ്രസിഡന്റ് നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് ഇത്തരമൊരു ചെയ്തി നടന്നിരിക്കുന്നത്. ദൃശ്യങ്ങൾ വളരെ വ്യക്തമായ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുള്ളത്. പിള്ള സാർ നമ്മുടെ മുന്നിലുള്ളത് വളരെ വ്യക്തമായ ദൃശ്യങ്ങൾ. ഇൻഡോർ മീറ്റിംഗ് ആണോ ഔട്ട്ഡോർ മീറ്റിംഗ് ആണോ ഇത് നടന്നത്? ഔട്ട്ഡോർ മീറ്റിംഗ് ആണ്. ഉഴമലക്കൽ പഞ്ചായത്തിലെ ഞാൻ പറയാം ഇലക്ഷൻ നിയമം അനുസരിച്ച് ഗുരുതരമായ കുറ്റമാണ് ഇങ്ങനെ ഉണ്ടെങ്കിൽ. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ വെളിയില്ല, എനിക്ക് TV കാണാൻ നിവർത്തിയില്ല. അതുകൊണ്ട് ഗുരുതരമായ കുറ്റമാണ്. ഒരു ഇലക്ഷൻ ചട്ടങ്ങളിൽ എത്രയോ കാലമായി നിലവിലിരിക്കുന്ന നിയമം, അത് പുതിയ നിയമമൊന്നുമല്ല. ഇത് സ്ഥാനാർത്ഥിത്വം പോലും റദ്ദാക്കാൻ കഴിയുന്ന രീതിയിലാണ് അതിന് തെളിവ് കൊടുത്താൽ. അടിയന്തരമായി ഞാൻ ഇപ്പൊ തന്നെ ഇലക്ഷൻ ഓഫീസുമായിട്ട് ബന്ധപ്പെടാം. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനോ അല്ലെങ്കിൽ ഇലക്ഷൻ ഏജന്റിനെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ ഏജന്റോ അടിയന്തരമായി ജില്ലാ കളക്ടർക്ക് ഇതിന്റെ ക്ലിപ്പിംഗ് സഹിതം അത് ഇതിലാക്കിയിട്ട് ക്ലിപ്പിംഗ് സഹിതം പരാതി കൊടുക്കണം. വളരെ ഗുരുതരമാണ് ഇത്. തമിഴ്നാട്ടിലൊക്കെ ഇനി ഒന്നുകൂടെ പറയാം, ഏറെ താമസിയാതെ ചാരായവും നാടൻ ചാരായവും അതുപോലെ തന്നെ സീൽഡ് ആയിട്ട് ബിവറേജസ് കോർപ്പറേഷനിൽ നിന്നുള്ള കുപ്പികളും വിതരണം ചെയ്യും. ഇത് പിറവത്തും നേരത്തെ ചെയ്തത് എനിക്ക് നേരിട്ടറിയാം. ചെയ്യും. പണം ഒരു വിഷയമല്ല. ആവശ്യം പോലെ പണം ഇറക്കി ഇതെല്ലാം കൊടുക്കും. ഇത് പ്രത്യേകിച്ചും അരുവിക്കര ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദിവാസികൾ പാവപ്പെട്ടവരാണ്. അപ്പൊ ഞാൻ പറയുന്ന ആരെയും അപമാനിക്കാനല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത് പറയുന്ന. പക്ഷേ മദ്യം വളരെ ദോഷം ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഈ ആദിവാസികളുടെ ഇടയിലുള്ള ഈ ശീലം എല്ലാ TV എപ്പോഴും പറയുന്നതാണ്. വയനാടൊക്കെ അതാണ് നശിച്ചത്. അപ്പൊ ഈ ആദിവാസികൾക്ക് മദ്യം കൊടുത്ത് വസ്തുക്കൾ വരെ എഴുതി വാങ്ങിക്കുന്ന ഒരു കാലഘട്ടത്തിലും പെൺകുട്ടികൾ നിരാധാരപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ ഉപയോഗിക്കുന്നത് മദ്യമാണ്. ഈ മദ്യം ഒരുപാട് സ്വാധീനിക്കാൻ കഴിയുന്ന ചില പഞ്ചായത്തുകൾ അവിടെ ഉണ്ട്. ഞാൻ തന്നെ വിതുര പഞ്ചായത്ത്, ഇപ്പൊ അവിടെ ആദിവാസികൾ വലിയ പോപ്പുലേഷനാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മദ്യം, ലോറി കണക്കിന് മദ്യവും പണവും ഇറങ്ങും. അതായത് പിള്ള സാർ ഈ കാര്യത്തിൽ, കാരണം ഒരു ഉടുതുണിക്ക് പോലും നിവർത്തിയില്ലാത്ത ആളുകളുടെ ദൗർബല്യത്തെ ഉപയോഗപ്പെടുത്തുന്നതിന് തെളിവായിട്ടാണോ ഈ കാര്യങ്ങൾ വരുന്നത്? കാരണം സാരിയാണ് നൽകുന്നത്. വലിയ ഖ്യാതിയോടുകൂടി മണ്ഡലത്തിലെ കാര്യങ്ങളെ, ചെയ്തികളെയൊക്കെ തന്നെ പുകഴ്ത്തുന്ന ഒരു ഘട്ടത്തിലാണ് അവരുടെ നിസ്സഹായാവസ്ഥ വരുന്നത്. പിള്ള സാറിൻ്റെ ടെലിഫോൺ കട്ടായിരിക്കുന്നു. ഇപ്പോൾ തോമസ് ഐസക്
CPM കേന്ദ്ര കമ്മിറ്റി അംഗം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ തോമസ് ഐസക്, കാരണം താങ്കൾക്ക് ഒരുപക്ഷെ കാര്യം ബോധ്യപ്പെട്ട് കാണും. ദൃശ്യങ്ങളുടെ രൂപത്തിലാണ് നമ്മുടെ മുന്നിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. DCCയുടെ വൈസ് പ്രസിഡന്റാണ് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ നേതൃത്വത്തിന്റെ ഇടപെടൽ സംബന്ധിച്ച കാര്യങ്ങൾ ഏറെക്കുറെ നമുക്ക് വ്യക്തമാവുകയും ചെയ്യും. എത്രത്തോളം ചട്ടലംഘനമാണ് ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് ജയശങ്കർ അടക്കം, നിയമവിദഗ്ധരടക്കം, പിള്ള സാർ അടക്കം, PC ജോർജ് അടക്കം വ്യക്തമാക്കിയത് ഗുരുതരമായ ചട്ടലംഘനം, ജനപ്രാതിനിധ്യ നിയമത്തിലെ വലിയ ഒരു വേർതിരിവ്. ഈ ഒരു ഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ താങ്കളുടെ നിരീക്ഷണത്തിൽ അരുവിക്കരയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? രണ്ടുണ്ട് എന്റെ നിഗമനങ്ങള്. ഒന്ന്, ഇത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ നല്ലൊരു സാമ്പിളാണ്. വലിയ തോതില് പണമിറക്കി ആളുകളെ വിലക്ക് വാങ്ങിച്ച് എങ്ങനെയും ജയിക്കാനുള്ള തത്രപ്പാടിലാണ് UDF. രണ്ട്, ഇത് നിയമവിരുദ്ധമാണ്, ജനപ്രാതിനിധ്യ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ളതാണ്. സംശയമുള്ളവർക്ക് എന്തുകൊണ്ടാണ് അലഹാബാദി ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയത് എന്നുള്ളതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അന്ന് കമ്പിളിയാ വിതരണം ചെയ്ത്, ഇവിടെ സാരിയാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ ഉദ്യോഗസ്ഥനായിരുന്നു. ഇത് രണ്ടുമുണ്ട്. തോൽവി ഭയന്നാണോ തോമസ് ഐസക് ഇങ്ങനെ ചെയ്തികളിലേക്ക് പോകുന്നത്? തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ UDFനെ സംബന്ധിച്ചോളം ഭരണത്തിന്റെ അവസാനമാണ്. എന്ന് മാത്രമല്ല, ഈ അഴിമതി ആരോപണങ്ങളൊക്കെ ശരിവെക്കുന്നതാണ്. അതുകൊണ്ട് നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ്. എന്തും ചെയ്താലും ജയിക്കണം എന്നുള്ളതാണ്. പക്ഷെ ഇത് കരളി തുറന്നു കാണിച്ചിരിക്കുന്നത് ഈ സംബന്ധിച്ച വലിയ ജനജാഗ്രത ഉണ്ടാക്കും എന്ന് മാത്രമല്ല, ഇതൊരു തെരഞ്ഞെടുപ്പ് കേസിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ശ്രീ തോമസ് ഐസക് ദയവായി തുടരുക. ശ്രീ ബാലകൃഷ്ണപിള്ള, തോമസ് ഐസക് ചൂണ്ടിക്കാട്ടിയ കാര്യം താങ്കൾ കേട്ട് കാണും. കാരണം വ്യക്തമായ രീതിയിൽ ദൃശ്യങ്ങളാണ്. കാരണം മറ്റ് എഡിറ്റിങ്ങോ അല്ലെങ്കിൽ സംവിധാനങ്ങളോ ഒന്നുമില്ലാതെ ഒളിക്യാമറയുടെ അടക്കം ദൃശ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന ദൃശ്യങ്ങളൊന്നുമല്ല. വളരെ വ്യക്തമായി തന്നെ ഇടപെടൽ നടത്തുന്നതിൻ്റെ അല്ലെങ്കിൽ നൽകുന്നു, ഓരോരുത്തരെ വെയിറ്റ് ചെയ്ത് വിളിച്ച് അവർക്ക് സാരി വിതരണം ചെയ്യുന്നതിൻ്റെ വ്യക്തമായ ദൃശ്യം. മാത്രവുമല്ല, വൈസ് പ്രസിഡന്റ് DCCയുടെ വൈസ് പ്രസിഡന്റാണ് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് വ്യക്തമായൊരു രൂപരേഖ തന്നെയാണോ, പ്ലാനിംഗ് ആണോ പുറത്തു വരുന്നത്? അത് ഇത് ഡോക്ടർ പറഞ്ഞതുപോലെ അലഹാബാദ് ഹൈക്കോടതിയുടെ വിധിയുണ്ട്. പക്ഷെ അതിനവർക്കൊരു ന്യായം വേണേ പറയാം. അതിന് എവിഡൻസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പിന്നീട് ശരിവെച്ചത്. എവിഡൻസ് ഇല്ല എന്നാ, അത് കുറ്റമല്ലെന്നല്ല. ഡോക്ടർ പറഞ്ഞത് വളരെ ശരിയാണ്. അതിന് അവർ വ്യാഖ്യാനം ഇങ്ങനെ പറഞ്ഞാലും അതിനൊരു മാർഗ്ഗമില്ല. അതിന് എവിഡൻസ് ഇല്ല. അതിപ്പോ പലതിനും എവിഡൻസ് ഇല്ലല്ലോ. ജാതി മാറി തെരഞ്ഞെടുപ്പിന് മത്സരിക്കാനും എവിഡൻസ് ഇല്ലെന്ന് പറഞ്ഞില്ലയോ? അപ്പൊ അത് സാരമില്ല, എവിഡൻസിന്റെ പ്രശ്നമാണ്. ഇത് നമ്മുടെ കൺമുമ്പിൽ എവിഡൻസ് ആയിട്ട് നിൽക്കുകയാണ്. വളരെ വ്യക്തമാണ്, ഇത് തെരഞ്ഞെടുപ്പ് കുറ്റമാണ്. തെരഞ്ഞെടുപ്പ് പെറ്റീഷന് കാരണമാകുമെന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പെറ്റീഷന് മുമ്പ് തന്നെ റിട്ടേണിംഗ് ഓഫീസർക്കും ജില്ലാ റിട്ടേണിംഗ് ഓഫീസർക്കും ഈ കാര്യത്തിൽ ഇടപെടാൻ ജനപ്രാതിനിധ്യ നിയമത്തിൽ എല്ലാ പഴുതുമുണ്ട്. ഇത് ചെയ്ത ആളുകളുടെ പേരിൽ കേസെടുക്കാൻ പോലും അവകാശമുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. സ്ഥാനാർത്ഥിയുടെ അറിവോടുകൂടിയാണ് ചെയ്തതെന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ, ആർക്കെങ്കിലും ഒരു വോട്ടർക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഇതിന്റെ നടപടികൾ ആരംഭിക്കാം. അപ്പൊ അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞതുപോലെ എന്ത് മാർഗവും അവലംബിക്കും. ആ മാർഗം അവലംബിക്കാനുള്ള എല്ലാ സോഴ്സസും കയ്യിലുണ്ട്. സോഴ്സസ് ആവശ്യം പോലെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോ ഇതിനു വേണ്ടി തന്നെ എലക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പലയിടത്തും പിരിവ് തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ആളുകളും പിള്ളസാറിലേക്ക് എത്താം. ശ്രീ തോമസ് ഐസക്, കാരണം കുറച്ചുകൂടി വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. കാരണം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നു കഴിഞ്ഞാലടക്കം നമ്മളുടെ ഇടപെടൽ പോലും നമ്മൾ അത്രത്തോളം സുതാര്യതയിലേക്ക് പോകുന്നു. ഓരോ ക്രമീകരണങ്ങളെയും നടപടിക്രമങ്ങളെയൊക്കെ തന്നെ ആ ഒരു വലിയ ധാർമ്മികതയുടെ വശം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ വ്യക്തമായും വിജ്ഞാപനമടക്കം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ഇടപെടൽ വരുന്നത്. അവിടെ നേതൃത്വത്തിന്റെ വ്യക്തമായ അറിവോടുകൂടിയാണോ അങ്ങനെയെങ്കിൽ ഈ നടപടിക്രമങ്ങൾ തുടരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണമായി വന്നിരിക്കുന്നത്? ശ്രീ തോമസ് ഐസക്കിലേക്ക് വരാം. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ കൂടി നമ്മോടൊപ്പം ജില്ലാ സെക്രട്ടറി, CPM ജില്ലാ സെക്രട്ടറി ചേരുന്നു. ശ്രീ കടകംപള്ളി, ഞാൻ ചോദിച്ച ആ ചോദ്യം തന്നെ താങ്കളോട് ചോദിക്കുകയാണ്. കാരണം ഈ ഒരു സാരി വിതരണം അതിൻ്റെ ഗൗരവം സംബന്ധിച്ച് എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും ചൂണ്ടിക്കാട്ടി. അങ്ങനെയെങ്കിൽ നേതൃത്വത്തിൻ്റെ, കോൺഗ്രസിൻ്റെ, UDFൻ്റെ ഒക്കെ തന്നെ നേതൃത്വത്തിൻ്റെ അറിവോട് കൂടിയാണോ ഇത്തരമൊരു ചട്ടലംഘനം അവിടെ നടക്കുന്നത്? യഥാർത്ഥത്തിൽ ആശങ്കപ്പെട്ടിരുന്നത് പോലെ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഈ ആന്റണി പങ്കെടുത്തതായിട്ടുള്ള UDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തന്നെ ഏതാണ്ട് 2 കോടി രൂപ ചെലവഴിച്ചതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കൃത്യമായിട്ട് നമുക്ക് ഒരു തെളിവ് ഹാജരാക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരു പരാതി ഇലക്ഷൻ കമ്മീഷനെ നൽകിയിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരാൾക്ക് 250 രൂപയും ഒരു ബൂത്തിന് 5000 രൂപയും വിതരണം ചെയ്തുകൊണ്ടാണ് ഇലക്ഷൻ കൺവെൻഷൻ തന്നെ നടത്തിയത്. ഇപ്പൊ ഉടമലക്കൽ പഞ്ചായത്തിൽ നടന്നതായിട്ടുള്ള ഈ സംഗതി യഥാർത്ഥത്തിൽ അത് വളരെ വ്യാപകമായിട്ട് ഈ മണ്ഡലത്തിൽ ഉടനീളം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കും UDF നടത്തുക. ഇന്നിപ്പോ സാരിയാണ് വിതരണം ചെയ്തതെങ്കിൽ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളേ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ആരംഭിക്കുന്ന സമയത്ത് സാരി വിതരണം ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ വരുന്ന 10-20 ദിവസക്കാലം എന്തൊക്കെയായിരിക്കും ഈ മണ്ഡലത്തിൽ അവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതാണ്. യഥാർത്ഥത്തിൽ അഴിമതി പണം, കോഴപ്പണം വലിയ തോതിൽ ഇവിടെ സംവഹിക്കാൻ തുടങ്ങുകയാണ്. അതിന്റെ സൂചനകളാണ് ഇവിടെയും. ഇപ്പൊ തന്നെ ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള പണത്തെ അധികം തന്നെ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകൾക്ക് നൽകിക്കൊണ്ട് UDFന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷന്റെ പരിശോധകരായിട്ടുള്ള ആളുകൾ അതൊക്കെ പരിശോധിച്ച് കണക്കെടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ശ്രീ കടകംപള്ളി, അതിലേക്ക് വരാം. ആ ഗൗരവമായ കാരണം ശ്രീ ആർ ബാലകൃഷ്ണപിള്ള സാർ, അങ്ങനെ ഒരു സംവിധാനത്തിന്റെ സുതാര്യത ഇല്ലായ്മ നിലനിൽക്കുന്നുണ്ടോ? കാരണം മണ്ഡലത്തിൽ ചെറിയൊരു മണ്ഡലം, സംസ്ഥാനത്തിന്റെ എന്തായാലും എല്ലാ സ്ഥലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ലല്ലോ. ഒറ്റ മണ്ഡലത്തിൽ മാത്രം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ്, അവിടെയുള്ള ഇത്തരം സംവിധാനങ്ങളെ അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്നതിനോ അതിന്റെ സുതാര്യത ഇല്ലായ്മയെ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുന്നതിനോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും വീഴ്ചകൾ സംഭവിക്കുന്നു. കാരണം കടകംപള്ളി സൂചിപ്പിച്ചത് എടുത്ത് പരിശോധിച്ചാൽ മറ്റ് ഒട്ടേറെ സ്ഥലങ്ങളിലും ഇത്തരം ചട്ടലംഘനങ്ങൾ നടക്കുന്നുണ്ട്. എങ്കിലത് ഗുരുതരമല്ലേ? വളരെ ഗുരുതരമാണ്, അതിന് സംശയമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ 2 ഇലക്ഷനിലും മുടക്കിയ തുകയ്ക്ക് കണക്കില്ല. ബാബു ആയിരുന്നു പണം മുടക്കിയത്. ആ പണം ഏതാന്നൊക്കെ ഞങ്ങൾക്കൊക്കെ അറിയാം. ബാബു ഏറ്റവും കൂടുതൽ ഇമേജ് ഉണ്ടെന്ന് സ്വയം അഭിമാനിച്ചിരുന്ന ബാബുവിന്റെ ഇമേജ് എവിടെ നിൽക്കുന്നു നോക്കിയാൽ മതി. ആ ഇമേജ് ഉള്ള ആളാണ് നമ്മുടെ ഈ പണങ്ങൾ മുടക്കിയത്. പറവത്തും പിന്നെ കാറിൽ ബാഗ് കൊണ്ട് കിടന്ന് ചാക്കിൽ പണം കൊണ്ട് കിടന്ന് കൊടുത്തതാണ്. PC ജോർജിനൊക്കെ അറിയാം. ജോർജൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. എത്ര പണം വേണമെങ്കിലും ചെലവഴിക്കും. ഇനി ഞാൻ പറഞ്ഞല്ലോ, സാരി കൊടുക്കും. പാവപ്പെട്ട ആളുകളാണ്. കാർത്തികേയൻ 15 കൊല്ലം പ്രതിനിധീകരിച്ച് എല്ലാവരും ഒരുമാതിരി ഭിക്ഷാന്തേഹികളാക്കി മാറ്റി പാവപ്പെട്ടവരെ ആ നിയോജകമണ്ഡലത്തിൽ പലതരത്തിലും, തോട്ടം തൊഴിലാളി ഉൾപ്പെടെ. അവർക്ക് വേഷം വേണം, പിള്ളേരെ പഠിപ്പിക്കാൻ കാശ് വേണം, കോളേജിലൊക്കെ പഠിക്കുന്നവർക്ക് പഠിക്കാൻ പൈസ വേണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മദ്യം ഒഴുക്കും. അത് ഒഴുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇപ്പൊ പറവം പോലെയോ നെയ്യാറ്റിൻകര പോലെയല്ല, കുറച്ചുകൂടെ അതിനുള്ള സാധ്യതകളുള്ള ഒരു മണ്ഡലമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും ഒഴുക്കാൻ അവർക്ക് പ്രയാസമില്ല. മദ്യമുതലാളിമാർ ഇപ്പോഴും കയ്യിലുണ്ട്. അല്ലെങ്കിൽ അവരെ എവിടുന്നെങ്കിലും ഇത് സ്മഗിൾ ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കും. അല്ലെ നാടൻ വാറ്റിപ്പ ആവശ്യം പോലെ ഉണ്ട്, അത് വാങ്ങിച്ചു കൊടുക്കും. ഇതിനൊരു സംശയവും വേണ്ട, ഇത് കൊടുക്കും. വളരെ വലിയ ചട്ടലംഘനമാണ് ഞാൻ പറഞ്ഞത്. അതായത് ശ്രീ ബാലകൃഷ്ണപിള്ള, ഒരുപക്ഷെ നമ്മൾ കേട്ടുള്ളത് കണ്ട് വാജ്പേയിയുടെ സർക്കാരിന്റെ കാലത്ത് ഒരുപക്ഷെ സാരി വിതരണം ചെയ്യുകയും ആ സമയത്തുണ്ടായ വലിയൊരു ദുരന്തം, ടണ്ടൻ നടത്തിയ സാരി വിതരണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വലിയ അത്ഭുതത്തോട് കണ്ടിട്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും വലിയ നമുക്ക് ഞെട്ടലോടെ ഒന്ന് നോക്കി കാണേണ്ടത് അത് സ്വാഭാവികമാണ്. അതെ, അത് സ്വാഭാവികമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ വലുത് വരാൻ കിടക്കുക. കടകംപള്ളി പറഞ്ഞത് വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണണം. എന്താന്ന് വെച്ചാൽ ഇത് അതിലൊക്കെ വളരെ കൂടുതലായിട്ട് വരാൻ പോവാ. ഇപ്പോ ഈ ഇലക്ഷൻ കമ്മീഷൻ പോസ്റ്ററിന്റെ എണ്ണം, അല്ലെങ്കിൽ മറ്റു രീതിയിലെ മൈക്ക് അനൗൺസ്മെന്റ്, വാഹനങ്ങൾ, ഇത് വെച്ചാണ് അവർ കണക്കെടുക്കുന്നത്. ഈ 5000-ഉം 2000-ഉം 10000-ഉം ഒക്കെ ബൂത്ത് അടിസ്ഥാനത്തിൽ കൊടുക്കുന്നതിനൊന്നും യാതൊരു കണക്കുമില്ല, യാതൊരു തെളിവുമില്ല. ആ രീതിയിൽ കൊടുക്കും. ഇപ്പോ ചാരായം വിതരണം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഒരു ബൂത്തിലേക്ക് 2, 4, 5 ലക്ഷം രൂപ കൊടുത്തെന്ന് വെച്ചോളൂ. ഈ കൊടുക്കുന്ന കാശ് അവരുടെയിലല്ലേ, കമ്മിറ്റിക്കാരുടെ. ഇപ്പോ ഇതൊന്നും തെളിവെന്താ? കൊടുക്കുന്നത് പിടിക്കാം ശുഷ്കാന്തിയോടുകൂടി, പക്ഷെ അതിനുള്ള സംവിധാനം എന്തായാലും പിള്ള സാറേ, കാരണം ഈ ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ വലിയ തോതിൽ നിയമ നടപടിക്ക് വിധേയമാകാൻ അല്ലെങ്കിൽ നിയമ നടപടി കൈക്കൊള്ളാൻ പറ്റിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതെ, ഞാന് നിങ്ങൾ ശ്രദ്ധിക്കൂ, ഞാന് നടത്തിയ കൺവെൻഷനിൽ, ഞാൻ പോയ യോഗങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞു, പണം ഭയങ്കരമായിട്ട് ഒഴുകും, നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മദ്യം മറ്റ് 2 ഒഴുകിയിരുന്നു. ഇവിടെ മദ്യം ഒഴുകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ഞാൻ എത്രയോ കാലമായി തിരുവനന്തപുരം പ്രദേശങ്ങളുമായി ബന്ധമുള്ള ആളാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം അവരെ എങ്ങനെയൊക്കെ സ്വാധീനിക്കാൻ കഴിയുമോ എന്നുള്ളതിൽ പരമപ്രധാനമാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ലാതെ തന്നെ കുഴപ്പമുള്ള സ്ഥലങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഈ കൺവെൻഷനിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു.
അതിനി വളരെ വർദ്ധിച്ചു വരാൻ പോവാ. ഇത് മാത്രമല്ല, പണം കൊടുക്കും. തമിഴ്നാട്ടിനും മറ്റും ഇലക്ഷനില് 500 രൂപ 1000 രൂപ നോട്ടും 4-5 വോട്ടുണ്ടെങ്കിൽ അതിന്റെ ചുറ്റുപുറ കൊടുക്കുന്ന ആ നിലയിൽ വരെ എത്തിയിട്ടുണ്ട് പല രാഷ്ട്രീയങ്ങളും. അതാണ് സ്ഥിതി. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ അത്രത്തോളം വന്നില്ല. പക്ഷെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ അതും അതിനപ്പുറവും വരും. ഇപ്പോ 20,000 അല്ലെ 10,000 വോട്ട് പിടിക്കണം. ഒരു വോട്ടിന് 1000 രൂപ വെച്ചാൽ എത്ര ആവും? ഒരു പ്രശ്നവുമില്ല. വളരെ നന്ദി ശ്രീ ആർ ബാലകൃഷ്ണൻ. വളരെ ഗുരുതരമായ വിഷയം തന്നെയാണ് പീപ്പിൾ TV പുറത്തുവിട്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്നു. ഉഴമലക്കൽ പഞ്ചായത്തിൽ സാരി വിതരണം ചെയ്തുകൊണ്ട് വോട്ട് പിടിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് പീപ്പിൾ TV പുറത്തുവിട്ടത്. വിശദാംശങ്ങളാണ് PV കുട്ടൻ നൽകിയത്. ചർച്ചയിൽ കാര്യങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി നിയമസാഹചര്യങ്ങൾ പരിശോധിച്ച അഡ്വക്കേറ്റ് ജയശങ്കർ, ഒപ്പം തന്നെ ബാലകൃഷ്ണപിള്ള, CPM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്, കടകംപള്ളി സുരേന്ദ്രൻ നന്ദി അറിയിക്കുന്നു.